പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ ദേണ്ടട രാവിലെ തന്നെ കുറച്ച് ആളുകൾ എത്തുകയാണ്. വരുന്നു, ചിത്രങ്ങൾ എടുക്കുന്നു, അങ്ങനെ പോകുന്നു. ഇ.ഡി. വീട്ടിൽ വന്നതിന് പിന്നാലെ തന്നെ അതിനു ചുറ്റുമുള്ള പിണറായി വിജയന്റെ ഭക്തന്മാർ ഇടയ്ക്കിടയ്ക്ക് അവിടെയോട്ടൊന്ന് ശ്രദ്ധിക്കും, ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് കുറച്ചാളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ടത്. അവർ മറ്റാരെയും ഒന്നും അറിയിക്കാതെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചിത്രങ്ങൾ എടുക്കുന്നുമൊക്കെയുണ്ട്. അപ്പോൾ തന്നെ അവരുടെ നിപ്പിലും മട്ടിലും ഭാവത്തിലും ഒക്കെ മനസ്സിലായി അത് ഉയർന്ന ഉദ്യോഗസ്ഥരാരോ ആണ് എന്ന് മനസ്സിലായി. കേസുമായി ബന്ധപ്പെട്ട് എന്തോ വന്നിരിക്കുകയാണെന്ന് മനസ്സിലായി. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താണ്, ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘമാണ് വന്നവർ എല്ലാവരും. രാവിലെ 10 കൂടിയാണ് 2 ഇ.ഡി. ഉദ്യോഗസ്ഥർ പാതിരിയാട് വില്ലേജ് ഓഫീസറെയും കൂട്ടി പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെത്തിയത്. വീടിന് മുന്നിലുള്ള സ്ഥലത്തിന്റെ ഫോട്ടോ പകർത്തിയ ശേഷം സംഘം മടങ്ങുകയായിരുന്നു. തുടർന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥർ പിണറായി വില്ലേജിലെ എടക്കടവ് പ്രദേശത്തും എത്തി. പ്രതിപക്ഷ നേതാവിന്റെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയാണ് ഇവിടെയുള്ളത്. വില്ലേജ് ഓഫീസർ കാണിച്ചു കൊടുത്ത ഈ സ്ഥലത്തിന്റെയും ഫോട്ടോകൾ പകർത്തിയ ശേഷമാണ് സംഘം മടങ്ങിയത്. എന്തിനാണ് പരിശോധന നടത്തിയത് എന്ന് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം ലഭ്യമായിട്ടില്ല. വീണ വിജയനെ മാത്രമല്ല മകന്റെയും വസ്തുവിന്റെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വീണയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള ശ്രമമാണോ എന്ന സംശയം അടക്കം ഉയരുന്നുണ്ട്. നേരത്തെ CMRL എക്സാലോജിക് ഇടപാടിൽ പിണറായിയിലെ വീട്ടിലും ഇ.ഡി. റെയ്ഡ് നടന്നിരുന്നു. ഇതിന് പിന്നാലെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ 9 മണിക്കൂറോളം വീണയെ ചോദ്യം ചെയ്തിരുന്നു. 2 വട്ടമാണ് വീണയെ ചോദ്യം ചെയ്തത്. രാവിലെ 9:30 കൂടിയാണ് വീണ ഇ.ഡി. ഓഫീസിലെത്തിയത്. 10:00 ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. അടുത്ത ചോദ്യം ചെയ്യലിൽ തീയതി വ്യക്തമല്ല, ഉടനുണ്ടാകുമെന്നാണ് സൂചന. കേസിൽ വീണ ഉൾപ്പെടെ 7 പേരെയാണ് ഇതുവരെ ഇ.ഡി. ചോദ്യം ചെയ്തിട്ടുള്ളത്. നേരത്തെ വീണയ്ക്കുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സീരീസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ 134 രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറിയിരുന്നു. കൊച്ചിയിലെ കമ്പനിക്കാരിയ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ ഇ.ഡി. നൽകിയ അപേക്ഷയെ തുടർന്നായിരുന്നു നടപടി. ഈ നീക്കത്തെ CMRL കോടതിയിൽ എതിർത്തെങ്കിലും തടസ്സവാദങ്ങൾ തള്ളിക്കൊണ്ട് രേഖകൾ കൈമാറാൻ കോടതി ഉത്തരവ് ഇട്ടിരിക്കുകയായിരുന്നു. നേരത്തെ കേസിന്റെ ഭാഗമായി അടുത്തിടെ നടത്തിയ വിപുലമായ റെയ്ഡുകൾക്ക് പിന്നാലെ മരവിപ്പിച്ച 242 ബാങ്ക് അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ പൂർണ്ണമായും കണ്ടുകെട്ടാനാണ് ഇ.ഡി. ഇപ്പോൾ അടിയന്തര നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഈ അക്കൗണ്ടുകളിൽ വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള HDFC ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടുന്നു എന്നതാണ് ഈ നിയമ നടപടിയെ അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തലത്തിലേക്ക് ഉയർത്തുന്നത്. മുൻപ് നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോൺ, നിക്ഷേപ രസീതുകൾ, CMRLുമായി ബന്ധപ്പെട്ട രേഖകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ തുടർ നടപടികൾക്കായി സ്ഥിരമായി കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുള്ള അനുമതിയും ഇ.ഡി. അതോറിറ്റിയോട് തേടും. നിലവിൽ ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം വിദഗ്ധ പരിശോധനയിലാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM കുരുക്കിലേക്ക് മാറുന്നു എന്നും വ്യക്തമാകുന്നു. ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗൂഢാലോചന തെളിയിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘം CPM നേതാക്കളുടെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം പേടികൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പിണറായിയുടെ വീട്ടിലേക്ക് 4 അംഗ സംഘം എത്തിയപ്പോഴും കൂടുതലൊന്നും ആളുകൾ ചോദിക്കാതെ, കണ്ട ഭാവം നടിക്കാതെ ചിലരൊക്കെ നിന്നത്. സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി B. ജോയി MLA, C.K. ഹരീന്ദ്രൻ MLA എന്നിവരുടെ ഫോൺ കോളുകളാണ് മ്യൂസിയം CI R. പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധിക്കുക. 2 MLA-മാരുടെ ഫോൺ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ മുൻകൂർ അനുമതി തേടും. മെയ് 27-ന് ഇ.ഡി. ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ അന്വേഷണമാണ് CPM-ന്റെ മുതിർന്ന നേതാക്കളിലേക്ക് എത്തിയത്. റെയ്ഡ് നടക്കുമ്പോൾ M.V. ഗോവിന്ദനും 2 MLA-മാരും പിണറായി വിജയന്റെ വീട്ടുവളപ്പിലുണ്ടായിരുന്നു. ഇവർക്കൊപ്പം ജോൺ ബ്രിട്ടാസ് MP, V. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരും സംഭവസ്ഥലത്ത് നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിരുന്നു. മുതിർന്ന നേതാക്കളിൽ നിന്ന് ആഹ്വാനം ലഭിക്കാതെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 100ഓളം പ്രവർത്തകർ അക്രമാസക്തരായി അവിടെ എത്തില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അറസ്റ്റിലായ CPM പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥരോട് വൈരാഗ്യമില്ലെന്നും അതിനാൽ അന്വേഷണം CPM നേതാക്കളിലേക്ക് വ്യാപിപ്പിക്കണമെന്നുമാണ് ഇ.ഡി.യുടെ നിലപാട്. മാധ്യമങ്ങളിൽ നിന്ന് അടക്കം ശേഖരിച്ച ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ഉപയോഗിച്ച് കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള പോലീസ് നീക്കവും നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരുന്നു. ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി S. നസീറ ജാമ്യാപേക്ഷകൾ തള്ളിയത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പ്രതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നും ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A. സന്തോഷ് കുമാറും ഇ.ഡി. അഭിഭാഷകൻ സന്തോഷ് ജോസും വാദിച്ചിരുന്നു. പ്രതികളുമായി യാതൊരു മുൻവിരോധവും ഇല്ലാതിരുന്ന സർക്കാർ ജീവനക്കാരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാണ് പ്രതികൾ കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രതികളുടെ പ്രവൃത്തി ലഘൂകരിച്ച് കാണാൻ കഴിയില്ലെന്നും അക്കാര്യം കോടതി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാകുമെന്നും
പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജഡ്ജി ദൃശ്യങ്ങൾ പരിശോധിച്ചത്. CMRL എക്സാലോജിക് വിവാദ സാമ്പത്തിക ഇടപാട് കേസിലെ അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നു. CMRL കേസിലെ അന്വേഷണം പ്രമുഖ വ്യക്തികളിലേക്ക് നീണ്ടാൽ പ്രതികളിൽ നിന്ന് സമാനമായ പ്രതിഷേധം വീണ്ടും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് അന്വേഷണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുകയും ചെയ്തു എന്ന് ED അഭിഭാഷകൻ സന്തോഷ് ജോസ് സെഷൻസ് കോടതിയെ അറിയിച്ചിരുന്നു. മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതി തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിന് നേരത്തെ ജാമ്യം ലഭിച്ചതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായെന്നും അതുകൊണ്ട് പ്രതികൾ റിമാൻഡ് തുടരേണ്ടതില്ലെന്നും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി പറഞ്ഞത് പോലീസിന്റെ അഭിപ്രായമായിരുന്നില്ല എന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു. കേസിലെ പ്രതികളിൽ ആർക്കും EDയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ അവരുടെ പാർട്ടിക്ക് വിരോധമുണ്ടെന്നും ED അഭിഭാഷകൻ വാദിച്ചു. പാർട്ടിയിൽ നിന്ന് പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ പോലീസിന്റെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്തരമൊരു ആക്രമണം നടത്താൻ പ്രതികൾ ധൈര്യപ്പെടില്ലായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് വലിയ പരിക്കേറ്റില്ലെന്നും കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നില്ലെന്നും കണ്ണിന് പരിക്കേറ്റിട്ടും വാഹനം ഓടിച്ച ടാക്സി ഡ്രൈവറുടെ മനോധൈര്യം കൊണ്ടാണ് ഉദ്യോഗസ്ഥർ കൂടുതൽ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടതെന്നും ED അഭിഭാഷകൻ വ്യക്തമാക്കി. ED ഉദ്യോഗസ്ഥർക്കെതിരായ പ്രതിഷേധത്തിനിടെ CPM പ്രവർത്തകർ തല്ലി തകർത്ത കാർ നന്നാക്കാൻ ഡ്രൈവർ ശ്യാംരാജിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അറിയിച്ചതും CPMന് വലിയ അടിയായി മാറിയിരിക്കുകയാണ്. CITU ഓട്ടോ ടാക്സി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി ശ്യാംരാജിനെ സഹായിക്കുമെന്ന വാഗ്ദാനം CPM പാലിക്കാത്തതിനെ തുടർന്നാണ് ED ഇടപെടൽ. ആക്രമണത്തിൽ തകർന്ന 3 കാറുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഇൻഷുറൻസിന് പുറമെ ചെലവായ തുക നൽകുമെന്ന് ED കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ ആക്രമണത്തിന് 2 ദിവസം മുൻപ് ഫിറ്റ്നസ് തീർന്നതിനാൽ ശ്യാംരാജിന്റെ വാഹനത്തിൽ ഇൻഷുറൻസ് ലഭിക്കില്ല. അതിനാൽ ആവശ്യമായ തുക കൈമാറുമെന്നും രേഖകൾ സഹിതം അപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ED ഡെപ്യൂട്ടി ഡയറക്ടർ S. സിമി അറിയിച്ചു. ശ്യാംരാജിന്റെ അടക്കം 3 ടാക്സികളിലായാണ് ED സംഘം മേയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിന് വന്നത്. ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കൂടുതൽ കേടുപാടുകൾ ഉണ്ടായെന്നും ശ്യാംരാജിന്റെ വാഹനത്തിലാണ്. അറ്റകുറ്റപ്പണിക്കായി ചിലവായത് 8.25 ലക്ഷം രൂപ ആണ് ചിലവായത്. അത് നൽകാൻ കഴിയാത്തതിനാൽ തന്നെ കാറ് പുറത്താക്കാനും കഴിഞ്ഞിട്ടില്ല. വാഹനം ജപ്തി ഭീഷണിയാണെന്നും ഉപജീവന മാർഗത്തിനായി ശ്യാംരാജ് പെയിന്റിംഗ് ജോലിക്ക് പോകുകയാണെന്നുമാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ED അടിമുടി അറിഞ്ഞിറങ്ങുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.